സ്വർഗം മാമ സ്വർഗം അതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹാവ്ലോക്കിൽ നിന്ന് നീലിലോട്ട് പോവുകയാണ്. അപ്പോൾ 2 ദിവസം ഇവിടെ ഹാവ്ലോക്കിലായിരുന്നു. അടിപൊളിയായിരുന്നു. ഏകദേശം നമ്മൾ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു. നല്ല സ്റ്റേ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ നീലിലോട്ട് പോവാണ്. ഇപ്പോൾ ഇവിടുത്തെ ഫെറി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഗ്രീനോഷൻ എന്നാണ് ബോട്ടിൻ്റെ പേര്. ഇതിലൊക്കെ ചാർജ് 1500 രൂപയാണ് പെർ ഹെഡ് വരുന്നത് കേട്ടോ. ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നു. ഹലോ. തൃശ്ശൂർ അടുത്തല്ലേ? ഹൈക്കോടതിയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. സിനിമയുടെ ഇറക്കോന്ന് പറഞ്ഞു. സിനിമ യാത്ര പതുക്കെ കൊടുത്തി. ചലോ. പേര് കാണാനില്ലല്ലോ അറിയാ. എവിടെ അഭിഷേക് താഴെ കിടക്കും. അഭിഷേക് അതായത് അഭിത്തിന്റെ ആയിരിക്കും. मुनीर 3 आदमी है इसमें. साजिश भैया साजिश हम लोग 3 है. मेरा नाम मुनीर है. अभी आपने मेरे को फोन किया था. प्रशांत एक सेकंड मिस्टर प्रशांत अभिषेक दूसरा का. ओके नहीं काटेगा. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ പേരൊക്കെ വെച്ചിവിടെ ആൾക്കാരൊക്കെ വെക്കുന്നു. ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ വരവൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ നമ്മളിത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് ഇതുവരെ വന്നിട്ടില്ല. അഭിഷേകം എല്ലാ മുനീറും ക്രെഡിറ്റ് പോയി. നമുക്ക് പേരില്ല. സാൻഡിയിലായിട്ടാണ് പോണത്. സാൻഡിപ്പട്ടി ക്യാൻഡി നിന്റേതാ. ഇപ്പൊ എന്റെ നോക്കാന് റിസോർട്ടില് വന്നിരിക്കുകയാണ്. കൊണ്ടുപോയിട്ടുണ്ട്.
കൊള്ളാം. ഇത് ബീച്ചില്ലാന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു കോട്ടേജ് ബീച്ച് അവിടെ ബീച്ചില്ല, ആ സൈഡാ, കുറച്ച് പോകണമെന്ന് തോന്നുന്നു. 10 मिनट ഉള്ളതാണ്. इस साइड पे बीच है? नहीं सर, नहीं है. അവിടുത്തെ ടോയ്ലറ്റ് പൊളിയായിരുന്നു, ഇവിടുത്തെ നോക്കട്ടെ. गाइस आज हमारा मील का पहला दिन है. हमें आज 3 जगह जाना है. आज फर्स्ट हम भारतपुर बीच जाएगा, उसके बाद हम लक्ष्मणपुर 1 बीच जाएगा, उसके बाद लक्ष्मणपुर 2 बीच में जाएगा. ഇത് എന്റെ ഹിന്ദി ഫാൻസിന് വേണ്ടിട്ട് പ്രത്യേകിച്ച് ഇത് ഭരത്പൂർ ബീച്ചാണ്. ലക്ഷ്മൺപൂർ കഴിഞ്ഞ് ലക്ഷ്മൺപൂർ 2. അങ്ങനെ 2 പാർട്ടാണ്. എമ്പുരാൻ പോലെ പാർട്ട് 2 ബിഗിനിങ് ആയിരിക്കും. വണ്ടിയൊക്കെ കൊണ്ടുവന്നാൽ അവിടെ വെച്ചിട്ട് ഹെൽമെറ്റ് സെറ്റപ്പ് അല്ലേ ഇത്? രസമുണ്ട്, കണ്ടൽക്കാട് ഫുള്ള് രസമുണ്ട്, പക്ഷെ പക്കാ ലോക്കൽ സെറ്റപ്പാണ്. ഇവിടെ പക്ഷെ എന്തോ ഇതൊരു സുഖമില്ലല്ലോ. അല്ല, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നടക്കാം, സൈഡിങ്ങനെ നടക്കാം. കൂളിംഗ് ഗ്ലാസ് വെക്കാൻ സമയമായി. അതുകൊണ്ടാ അത് തന്നെ ബീച്ച് ഇങ്ങനെ കാണുകയല്ലേ. അല്ല, നടന്ന് പോവാം, അവിടെ കൊള്ളാം കേട്ടോ, രസമുണ്ട്. നല്ല കളർഫുൾ ബീച്ചാണ്, നല്ല ഭംഗിയുണ്ട്. ആഴം കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ബീച്ച്. ബീച്ചുകൾക്കെല്ലാം തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ കുറച്ച് ആഴം ഉണ്ടോ തോന്നുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം എലിഫന്റയിൽ പോയപ്പോ അവിടെ കോറൽസ് ഉണ്ട്, നമുക്ക് നീന്താൻ പറ്റില്ല. പിന്നെ അതുപോലെ അവിടെ ആഴം വളരെ കുറവാണ്. പിന്നെ കുറച്ച് ദൂരോട്ട് നമ്മളെ പോകാനും സമ്മതിക്കത്തുമില്ല. പിന്നെ അവിടെ മൊത്തം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് ഓവർ ക്രൗഡുമാണ്. പക്ഷെ നല്ല ശാന്തസുന്ദരമായ ബീച്ച്, വളരെ കുറവാണ്. അടിപൊളി. ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നില്ല, പക്ഷെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ചേ ഉള്ളൂ. പറയുന്ന പോലെ ഇവൻ പറയുന്ന പോലെ നമുക്കറിയാം, പ്രായപൂർത്തിയായ എടുക്കണം. എന്നെ എനിക്ക് കെട്ടിച്ചു തന്ന എന്റെ കൂടെ നമ്മളെ കൂടെ വരുന്ന സഞ്ചി എടുത്ത് മാറ്റിട്ട് നടക്കാൻ പറഞ്ഞു. അതുകൊണ്ട് പോവൂ. ഇതുപോലെ ഷീറ്റ് വിരിച്ചിരിക്കാനാണ് പുള്ളി പറയുന്നത്. 100 രൂപ. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് വിഷയമല്ല, കുറച്ചുകൂടെ ആകെ ജാനായ. എന്താ പറയുന്നത്, വാങ്ങണോടെ അതോ ചുമ്മാ ഏക്കണ്ട? ഇത് നോക്കൂ, ലഗേജ് ലഗേജ് അവിടെ തന്നെ മടക്കി വെച്ചേക്കാനാ പുള്ളി പറയുന്നത്. വേറെ ലോക്കർ സംവിധാനം കാണില്ല. എത്ര രൂപ ലോക്കർ അവിടെ ഉണ്ടോ? ബന്ധം ചുമ്മാ പറയാനായിരിക്കും. ബന്ധം എത്ര രൂപ? 50 രൂപ അത് വച്ചിക്ക. അത്ര ഉള്ളൂ. നല്ല ഭംഗിയല്ലേ?
എടാ അവിടെ കണ്ട സാധനം ഉണ്ടാവും. ആന അല്ല പുലിയില്. ഇന്ന് നിന്റെ ലിംഗം നനയും കേട്ടോ. സാധനങ്ങളൊക്കെ ഇവിടെ മടക്കി സേഫായിട്ട് വെച്ചിട്ടുണ്ട്. സേഫ് ആണോ എന്ന് തിരിച്ചു വരുമ്പോൾ അറിയാവുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങാൻ പോവാണ്. ഇന്ന് അധികം നനയ്ക്കുന്നില്ല, കാരണം ഇതിൻ്റെ സ്റ്റിക്കൊക്കെ പോയി. പൊക്കാൻ പറ്റും, പക്ഷെ പൊക്കി കഴിഞ്ഞാൽ പിന്നെ താങ്ങാൻ പറ്റില്ല. മൊത്തം മണ്ണ് കയറി അടഞ്ഞു. അതിൽ തങ്ങ് പോയില്ലേ. Wow. Amazing. നമ്മളെ നാട്ടിലൊരു സ്വല്പം അങ്ങോട്ട് ഇറങ്ങിയ അപ്പം അമ്മമാര് വിസിലടിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ഒന്നും യാതൊരു സീനും ഇല്ല, കാരണം ഇവിടെ ആഴമില്ല. അത് വേറെ കാര്യം. നമ്മൾ എത്ര ദൂരം വന്ന് നോക്കി. അവിടെ അടിയില് കല്ലുണ്ടല്ലേ, പാറ കണക്ക്. ചില സ്ഥലത്ത് കോറൽസ് ഉണ്ടോ? ഇല്ലല്ലേ? ഇങ്ങനെ വരാല്ലേ, ഇത്രയും ദൂരം വന്നു. ഇങ്ങനെ നടന്നു നടന്ന് പോവാൻ കേട്ടോ. അടിപൊളി. അടിപൊളി അടിപൊളി. എന്തിരിക്കണ ജീവിക്കണ വാ. എത്ര ദൂരം വന്ന് നോക്കി. ഇത്രയും ദൂരം നമ്മൾ കടലിന്റെ നടുക്കാണ്, പക്ഷെ യാതൊരു കുഴപ്പമില്ല. ഇനി പോണോ? ഇങ്ങോട്ടാരും പോയിട്ടില്ല, ഇനി അങ്ങോട്ടാരും പോയില്ല. ഇവിടെ വരെ അവർ വന്നിട്ട് വേണ്ട. ഇടയ്ക്കിടയ്ക്ക് കുഴി ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കുടിക്കും. ചുയൊന്നും കാണില്ലായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ കൊള്ളാം, അടിപൊളിയില്ലേ? നീന്ത നല്ല ഗൈസ്. അപ്പൊ നമ്മള് ഈ ബീച്ചോ? ഭരത്പൂർ. ഭരത്പൂർ അല്ലേ? ഏതോ ഒരു ഭരതാൻ കാണാം. അല്ല, ഭരത്പൂർ. ഭരത്പൂർ. അപ്പോൾ നമ്മൾ ഭരത്പൂർ ബീച്ചിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കരയിൽ നിന്ന് ചെറിയ ദൂരം എത്തിയിട്ട് നമുക്ക് ആഴം ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് പുറത്തൂടെ പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആരും അങ്ങനെ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് നമ്മൾ സേഫ്റ്റിയെ നോക്കി നമ്മളിവിടെ നിൽക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന CM, കടലിലിറങ്ങാൻ പേടിയുള്ള CM വരെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം കരയിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ആയി. 500 മീറ്റർ അല്ല, 1/2 കിലോമീറ്റർ ആയി. 200 മീറ്റർ ഡിഫറൻസിലാണ് കരയിൽ നിന്ന് നിൽക്കുന്നത്. ഇന്ന് ഞാൻ അധികം നനയ്ക്കുന്നില്ല, അല്ലെങ്കിൽ മണ്ണ് കയറിയത് ഇതിലാ. എന്നിട്ട് നമുക്കൊരു ഫീൽ ചെയ്യുന്നില്ല, ആഴം ഫീൽ ചെയ്യുന്നില്ല. അവിടെ നിന്ന് അടിക്കുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് എത്താൻ ശ്രമിക്കുന്നില്ല. നമ്മൾ അടുത്ത് പോയി തീരാൻ വരുന്നില്ല അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബീച്ച്. ആൻഡമാനി വരുമ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് വരേണ്ട ഒരു ബീച്ച് തന്നെയാണിത്. അത് തിരക്കോ കാര്യങ്ങളോ ഇവിടെ ഇല്ല. ഇപ്പൊ കുറച്ച് തരാനുണ്ടെങ്കിൽ രസം കേട്ടോ. പന്തൊക്കെ ഉണ്ടായി കളിക്കാം അല്ലേ? പന്തൊക്കെ വെച്ച്
देखो बस हाथ जोड़ दे हाथ അണ്ണ നീന്താ അറിഞ്ഞൂടാത്ത CM ഇവിടെ മീനില്ല കേട്ടോ, എത്ര മുങ്ങിയാലും പ്രശ്നമില്ല. അല്ല ഇത് ആഴമില്ല. नहीं वाजते कर सकते नहीं मैं थोड़ी नहीं कर सकते रोज चक्कर फ्लोर पे कुछ हुई होगा देखो इन्हें वाली चक्कर बस है हाथ से आगे तेरी जैसा फ्लोट ही रखो समय എടുത്തു വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ള CM അവിടെ കിലോമീറ്റർ സഞ്ചരിച്ച് സമയം എടുത്ത് വന്നിരിക്കുകയാണ്. അയ്യോ മൂത്രം ഒഴിക്കരുത് കഴിഞ്ഞ പോയിട്ട് മഞ്ഞ എനിക്കെങ്ങനെ കിടക്കാൻ ശവാസനം ശവാസനം മറ്റേ അതൊക്കെ പോയി സൺസ്ക്രീൻ മുഖത്ത് ബോളും ഉണ്ടായിരുന്നേ കളിക്കായിരുന്നു. നമുക്ക് തിരയില്ലാത്ത ഇറങ്ങാം. ബോളൊക്കെ കൊണ്ടുവന്ന് കളിക്കായിരുന്നു അല്ലേ? എന്നാ എടു ഇല്ലേ ഒരു ഉണ്ടോ ബാക്കപ്പ് ഇതാ അടുത്ത ഡൈവിംഗ് നാളെ കാണാനില്ല. അന്നദാനത്തിന്റെ എല്ലാ മൂർത്തി ഭാവങ്ങളും മുങ്ങാൻ പോകുക. ഡൈവ് ചെയ്യാൻ പറ്റും. അങ്ങ് കാണുന്ന നീലുണ്ടോ അവിടെ വരെ പോവാം. ആ അല്ല അവിടെ ആ കളറുണ്ടോ, ആഴില്ലാത്തോണ്ട് കാണുന്ന കളറാ. അങ്ങ് പോടാ, ആ വെള്ളം കാണുന്നില്ലേ? അങ്ങ് പോവാ, കമ്പനിക്ക് ഒരു കമ്പ് കാണില്ലേ, അതിന്റെ അപ്പുറം പോയി. അങ്ങോട്ട് ആകെ കുറവ്.
നല്ലൊരു തിര വന്നിരുന്നെങ്കിൽ ആശ്വാസം ഉണ്ടായിരുന്നു. അയ്യോ ഇവിടെ ആരില്ല, ഇത്രേ ഉള്ളൂ. നടന്ന് സത്യം പറഞ്ഞാലേ ഇവിടെ ഒരു ബീച്ച് ഉണ്ട് സെപ്പറേറ്റ്. വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാലേ അത് അറിയാൻ പറ്റുള്ളൂ. വെള്ളം ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു ബീച്ചായിരിക്കും. വെള്ളം കയറിയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ 2 ബീച്ചായിട്ട് ഇങ്ങനെ കിടന്നതാണ്. ഇവിടെ വെള്ളം ഇറങ്ങിയിട്ട് അപ്പുറത്ത് കുറേ ഇവിടെ ഈ ബോട്ടും കാര്യങ്ങളൊക്കെ പോയിട്ട് ആളില്ലാത്തുണ്ടാണ്. ഈ തട്ടിലൂടെയൊക്കെ ബോട്ട് പോകുമല്ലോ. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കയറണം, വലിയ വലിയ പോലും നടന്നു നടന്ന് അങ്ങെത്തും തോന്നുന്നു. അല്ല ഇവൻ പോയി നേരത്തെ ഇവിടെ വന്നു നിന്നല്ലേ തോന്നുന്നു. അതിന്റെ അപ്പുറം പോരുന്നായിരിക്കൂടാ, അതായിരിക്കും അത് വെച്ചേക്കുന്നത് അല്ലേ? ഇതൊക്കെയാണ് ശ്യാമസുന്ദര തീരം. അല്ലാതെ കേരളത്തിലുള്ള വർക്കല കോവളമല്ല. കുറച്ചൊരു ഇതായില്ലേ, കടലടക്കായില്ലേ. അങ്ങ് പോവാ, അങ്ങ് പോവാ. നിങ്ങൾ എവിടെ പോയാലും ഈ റെസ്റ്റോറൻറ്റിൽ കയറരുത്. എവിടെ പോയാലും അല്ല, അതാണ്ട് ഇവിടെ നീൽ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൽ കയറരുത്. തൊട്ടടുത്ത അവന്മാർ അറുത്ത് വിടും. 3 മറ്റേ ചിക്കൻ 65 കണക്കുള്ള 3 പീസ് തന്നിട്ട് ഞങ്ങൾ തേച്ച്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫിൻ്റെ കൂടെ കിട്ടുന്ന ഗ്രേവിയിൽ കിട്ടുന്ന കൊഴുപ്പുണ്ടല്ലോ, ആ സാധനമാണ് 3 പീസ് ഫിഷ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നത്. എന്നിട്ട് എത്ര രൂപ? 300 രൂപ. ഇതാണ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ബീച്ച് ലക്ഷ്മൺപൂർ 1 ഇതാണ് ബീച്ച്. ഇത് നമ്മള് ഇവിടെ മറ്റേ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, നാച്ചുറൽ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റപ്പ് ഉണ്ട്. ചെറിയൊരു സെറ്റപ്പുകളാ, പക്ഷെ കൊള്ളാൻ തോന്നുന്നു, ഫോട്ടോജനിക്കാണ്.
അമ്പതല്ലേ? ഒരു ലെമൺ റൈസ് തിന്നതിന്റെ ക്ഷീണം വെള്ളമില്ലടാ. മുതുക്ക് വെയിലല്ലേ? അങ്ങ് പോവാം. നാച്ചുറൽ ബ്രിഡ്ജ്. തൊപ്പി എടുക്കേണ്ടി വരും. വെള്ളം വരുമ്പോ ഇങ്ങനെ വരും കേട്ടോ. രാത്രി വെള്ളം കയറി വരും. കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെയൊക്കെ മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്നും വെള്ളമില്ലാതെ ഇങ്ങനെ കിടക്കുക. നാച്ചുറൽ ബ്രിഡ്ജിലെത്താണ്. വാവ്, അടിപൊളി. അടിപൊളി അല്ലേ? അടിപൊളി, കൊള്ളാം അല്ലേ? വീഴല്ലേ? റെക്കോർഡ് चल क्या ना आगे चल बेटा चलो छोड़ो ये करने थे लोग कहते रहते हैं ये कर दो हां रास्ता मुझे सेम ही आते ഐഫോണില് സൂര്യൻ നമുക്ക് അനുകൂലമാണ്, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. ഇതേ കൂടെയാണോ ക്യാമറ ഇങ്ങോട്ടാണ്? ഏത് വഴി
മുട്ടൊക്കെ തൊലിച്ചാണ് കേട്ടോ. അടിപൊളിയല്ലേ? ക്ലിപ്പ് കൊണ്ടാ ഓവറ ലൈക്ക് വസ്തുണ്ടാ മൂന്നാറുണ്ടാ. ഇത് തണുപ്പ് സ്ഥലമൊന്നുമില്ലല്ലോ. ഗൈസ്, നമ്മൾ കുറച്ച് സമയം ഇതുപോലെ വെള്ളത്തിലിട്ട് കളിച്ചു. പക്ഷേ ഇതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാ 360 അടിച്ചു പോയായിരുന്നു. നമ്മൾ ഇൻസ്റ്റാ 360 വാങ്ങിച്ചിട്ടാകെ 3 ദിവസമാണ് ആയത്. മൂന്നാമത്തെ ദിവസം ഇതുപോലെ 1-2 മിനിറ്റ് മാത്രമാണ് വെള്ളത്തിൽ ഇട്ടത്. ഇതിന് മുന്നത്തെ ദിവസം ജസ്റ്റ് സ്പ്ലാഷായിട്ട് തിര ജസ്റ്റ് അടിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെള്ളം കയറുന്ന രീതിയിലുള്ള ഒരു പരിപാടികളും ഉണ്ടായിട്ടില്ല. പക്ഷേ സാധനം അടിച്ചു പോയി. വാറൻറ്റി ഇല്ലാത്ത സാധനമായിരുന്നു. നിങ്ങൾ ആരും തന്നെ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങരുത്. എനിക്ക് സെക്കൻഡ് ഹാൻഡ് തന്ന ആൾ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ തയ്യാറായില്ലായിരുന്നു. അപ്പോൾ എനിക്ക് 21,000 രൂപയാണ് നഷ്ടമായത്. 3 ദിവസം മാത്രമാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇതിൻ്റെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊന്നുമില്ല, ബില്ലില്ല, ഇൻവോയ്സ് ഇല്ല, ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എന്ത് ഉപയോഗം എന്നെനിക്കറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ OLX ഇങ്ങനെ ഇട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മിനിമം ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസത്തെ ഗ്യാരണ്ടി എങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ തേക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇത് വല്ലാത്തൊരു തേപ്പായിപ്പോയി ജീവിതത്തിൽ. ആഗ്രഹിച്ച് എടുത്തൊരു സാധനമാണ്. ഇതുപോലെ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത സാധനമാണ്. പക്ഷേ ഇമാതിരി പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഈ പണി ഒരിക്കലും ചെയ്യരുത്. ഇതെനിക്ക് തന്ന പയ്യൻ എന്നെങ്കിലും ഈ വീഡിയോ അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് കാണുകയാണെങ്കിൽ പോലും അവൻ മനസ്സിലാക്കണം, ഇതൊരു തെണ്ടിത്തരമാണ് എന്നോട് കാണിച്ചത്. വളരെ തേപ്പാണ് കാണിച്ചത്. അതവൻ മനസ്സിലാക്കണം. എന്നെങ്കിലും അവനും ഇതുപോലെ എവിടെന്നെങ്കിലും കിട്ടും. ശാപം തന്നെയാണ്. കാരണം 3 ദിവസം കൊണ്ടൊരു സാധനം അടിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടായി. വീഡിയോസും ഫോട്ടോസും ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വേറെ ഇൻസ്റ്റാ 360 റെൻ്റ് എടുത്തിട്ടാണ് ഞാനിതെല്ലാം എഡിറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇനി നിങ്ങൾ ഇതുപോലെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ ഇത് ലക്ഷ്മൺപൂർ 2 ബീച്ചാണ്. കിട്ടില്ല സ്ഥലമാണ്. നമ്മുടെ ഭൂമിയിലുള്ള സ്ഥലം തന്നെയാണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. അത്രയ്ക്ക് സുന്ദരമാണ് ഈ പ്രദേശം. അപ്പോൾ നിങ്ങളിവിടെ വരാൻ ശ്രമിക്കുക. നീൽ ഐലൻഡിൽ മസ്റ്റ് വിസിറ്റാണ്. നമുക്കിവിടെ സ്വിമ്മിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. അപ്പോൾ ഓക്കെ, ഇപ്പൊ നമ്മൾ ലക്ഷ്മിപൂർ ഫസ്റ്റ് ബീച്ചിലോട്ടാണ് പോകുന്നത്. ഇന്ന് ഇവിടെ ഒരു സൺസെറ്റ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിവിടെ വന്നിട്ട് ആൻഡമാനിലെ സൺസെറ്റിന്റെ വ്യൂ ബ്യൂട്ടിഫുൾ കണ്ടിട്ടില്ല. ഇവിടെയാണ് കാണാമെന്ന് എല്ലാവരും പറഞ്ഞത്, നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആൻഡമാൻ ലക്ഷ്മിപൂർ ഫസ്റ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ലക്ഷ്മിപൂർ സെക്കൻഡ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് വന്നു. ഇവിടെ ഒരു സ്ഥലമാണ്, കാടിനകത്ത് നടക്കുന്ന ഒരു ഫീലാണ്. മൊത്തം കാടാണ്. അടിപൊളി, നല്ലൊരു ലുക്കുണ്ട്. ഫൈൻ 1000 രൂപ. ഇവിടെ വില കൂടുതലായിരിക്കും. അതിന് പോടാ, ഞാൻ പറഞ്ഞൊന്നുമില്ല. 1 മണിക്കൂർ വാണം നിരീക്ഷണം. സണ്ണില്ലല്ലോടാ സൺസെറ്റ് കാണാൻ. അല്ല, അത് നമുക്ക് വേണ്ടിട്ടല്ല കൊണ്ടുവരുന്നത്.
കുറ്റി കയറി കിടക്കുന്നു. പക്ഷെ ഭാരത്പൂർ ബീച്ച് തന്നെ കുളിക്കാൻ പറ്റിയ ബീച്ച്. നമ്മൾ കുളിക്കാൻ ചെയ്തില്ല. നമ്മൾ ആദ്യം പോയല്ലോ അവിടെ കുളിക്കാൻ പറ്റും. അടിപൊളി. ഇത് ഇവിടെ ഒന്നും കുളിക്കാൻ പറ്റില്ല. ഇത് രസമുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ हमारा प्लेस है 20 रुपीज 10 रुपीज ഇത് സ്റ്റാർ ഗേസിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. 500 രൂപയൊക്കെയാണ് ചാർജ്. നമ്മൾ എല്ലാം കാണിച്ചു തരുമാര്. സൂര്യനില്ല, ചന്ദ്രൻ, പിന്നെ ഗ്രഹങ്ങളൊക്കെ കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ബീച്ച് കൊള്ളാം, പീസ്ഫുൾ ആണ്. നല്ല ബീച്ചാണ്. അതുകൊണ്ട് മണലൊക്കെ ഇല്ല, നല്ല ഭംഗിയുണ്ട്. പക്ഷെ മറ്റേ 2 ബീച്ചാണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നിയത്. ഇവിടെ നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോവാ എന്നുള്ളത്, റിലാക്സ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ മെയിൻ സൺസെറ്റ് ആണ്. സണ്ണ് കാണാനില്ല, സണ്ണ് സെറ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ? സൺസെറ്റിന്റെ നല്ല വൈഡ് വ്യൂ ആണ്. ഒക്കെ ഉണ്ട്, കാട്ടിൽ കൂടെ നടക്കാം. ഇത് ലക്ഷ്മൺപൂർ 1 ബീച്ചാണ്. ഇവിടെ സംഭവം നമുക്ക് നീന്താനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത്. ബീച്ച് കൊള്ളാം, അടിപൊളിയാണ്. കുറച്ച് ഹൈറ്റ് ഉണ്ട്. പിന്നെ 360 വ്യൂ, ഏകദേശം ഒരു 150, 200, 250 ഡിഗ്രി വരുന്ന രീതിയിലുള്ള ഒരു വൈഡ് കവറിങ് ആണ്. അതുപോലെ മൊത്തത്തിൽ ഭയങ്കര ഒരു വൈഡായിട്ട് കിടക്കുന്ന ഒരു ബീച്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർ ഗേസിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ അതിനുള്ള സെറ്റപ്പ്സ് ഒക്കെ ഉണ്ട്. സെറ്റപ്പൊക്കെ ഉണ്ട്. എത്ര? 500 രൂപ 400 രൂപ 300 രൂപ കിട്ടുമെന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കുളിക്കാൻ വരുന്നവർ നേരെ ഭരത്പൂർ ബീച്ച് കുളിക്കുക. ഇവിടെ അല്ലാതെ ഇങ്ങനെ വൈകുന്നേരം റിലാക്സ് ചെയ്യാനുള്ള രീതിയിൽ വരിക. സിഎം ഒരു ചായ വാങ്ങിച്ച് ഇവിടെ കുടിക്കുകയാണ്. 30 രൂപ ചായ, ഗ്ലാസ് ചെറുതായി പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഒരേ വിഷയം. ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. PL അടുത്ത പുതിയ കേസ് വരും. OP 34 അങ്ങനെ കാത്തിരുന്ന് സൂര്യൻ വന്നു. നമ്മളെപ്പോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ സൂര്യനെ കാണാനായിട്ട്. ഇങ്ങനെ ഇരിക്കുക എല്ലാവരും. ഒരു ആൻഡമാൻ സൺസെറ്റ്. സൂപ്പർ സണ്ണ്. വാവ്, അടിപൊളി. സണ്ണ് വന്നപ്പോൾ ഉള്ള വ്യൂ ഉണ്ടോ? ഒരുപാട് പേര് സണ്ണ് കാണാനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. 5:30 സൺസെറ്റ്. നമ്മളവിടെ 6:30 പിന്നെ അത് നമ്മളവിടെ ബീച്ചിലൊക്കെ എത്ര? എല്ലായിടത്തും സെയിം അല്ലേ? എന്താ വ്യത്യാസം? ഓരോ നാട്ടിലും സെയിം. വേറെ നാടാകുമ്പോൾ വ്യത്യാസം വരും. ഞാൻ കൈ
കഴിക്കുന്നത് അതേപോലെ. വേണ്ട, എൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ദാ ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ ആള്. ഓ, ഇവരെല്ലാം ഇപ്പൊ ഒഴിഞ്ഞു പോകുന്നതാണ്. ഇപ്പൊ സ്കൂള് വിട്ടാണ് ആള് പോകും കേട്ടോ. നോക്കിക്കോ നോക്കിക്കോ, ഉണ്ടോ? ചലോ 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 ചലോ. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. ये रिपन सी फूड है. आप गूगल पे जाने से भी आपको मेरा रिव्यूज मिल जाएगा. मैं लॉन्ग टाइम से काम कर रहा हूँ और फ्रेश यहाँ का जितना स्पेशल सी फूड होते हैं, लॉबस्टर फिशों में बहुत सारे अच्छे क्वालिटी का फिश, आपका स्क्विड, क्रैब्स, जो भी आपको यहाँ का स्पेशल होते हैं सारा आपको यहाँ में मिलता है. ഓക്കെ, താങ്ക് യു. बारबी में मिलेगा आपको, डिनर आइटम मिलेगा, ऑल मिल जाएगा. ഇവിടെ വന്നാൽ മതി കേട്ടോ. റിപ്പൺ സീ ഫുഡ്. നമ്മള് 3 പീസ് കഷ്ണം ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്തെടുക്കാം. വലിയ വിലയൊന്നും ഇല്ല, നമ്മളെ നാട്ടിലേക്കാളും ലാഭമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ 300 രൂപ, 800 രൂപ, അങ്ങനെയൊക്കെയാണ് റേറ്റ്. മാഗി പ്രിപ്പറേഷൻ അഭിജിത്താണ്. ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം നല്ല വില ആയതിനാല് നമ്മുടെ പ്രധാന കുക്ക് ഇവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാഗിയാണ് ഉണ്ടാക്കുന്നത്. 15 രൂപയ്ക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് തീർത്തു. 30 രൂപയ്ക്ക് റൊട്ടി, 210 രൂപയ്ക്ക് എഗ്ഗ് മസാല, 2 എഗ്ഗ് മാത്രം 220 രൂപ. എല്ലാം കഴിച്ചിട്ടും വിശപ്പ് മാറിയില്ല. അതുകൊണ്ട് കുക്ക് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ആ സാധനം കടലിൽ നടത്തുന്നത്. ഈ ഏരിയയിലുള്ള സകലമായ കെറ്റില് നശിപ്പിക്കുന്നത്. എന്താ ഇത് പായസ? കെറ്റിലെടുക്കുക, മാഗി ഉണ്ടാക്കുക. കണ്ടിച്ച് വേറെന്തോ സ്പൂൺ എടുക്കാം. കഴുകണോ? സ്പൂൺ കഴുകണോ? ഗൈസ്, അപ്പോൾ നിങ്ങളും ആൻഡമാൻ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല കിടിലൻ പാക്കേജ് ഇവരുടെ കയ്യിലുണ്ട്.